സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭിപുത്രീഃ കപിലഞ്ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂഃ. സ്തുവതേ പുളകാവൃതായ തസ്മൈ, സ്തുതിക്കുന്നവനും ആനന്ദപുളകം കൊള്ളുന്നവനുമായ കർദമന് മനുപുത്രീം ദയിതാം, മനുവിന്റെ മകളായ ദേവഹൂതിയെ പത്നിയായും നവപുത്രീഃ അപി സ്വമേവ കപിലം സുതം ച, 9 പുത്രിമാരെയും നിന്തിരിവടി തന്നെയാകുന്ന കപിലനെന്ന പുത്രനെയും പശ്ചാത് സ്വഗതി ച അഭി അനുഗൃഹ്യ നിർഗതഃ അഭൂഹു, ഒടുവില് മോക്ഷത്തെയും നൽകി അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് മറയുകയും ചെയ്തു. അതായത് സ്തുതിക്കുന്നവനും ആനന്ദം കൊണ്ട് പുളകം കൊള്ളുന്നതുമായ കർദമന് മനുപുത്രിയായ ദേവഹൂതിയെ പത്നിയായും 9 പുത്രിമാരെയും നിന്തിരുവടി തന്നെയാകുന്ന കപിലൻ എന്ന പുത്രനെയും ഒടുവിൽ മോക്ഷത്തെയും നൽകി അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങ് അപ്രത്യക്ഷനായി. തന്നെ സ്മരിക്കുന്നവനും പുളകം കൊള്ളുന്നവനുമായ കർദമന് സ്വയംഭൂ മനുവിന്റെ പുത്രിയായ ദേവഹൂതിയെ പത്നിയായി നൽകി. അവളില് 9 പുത്രിമാരുണ്ടായി. നിന്തിരുവടി തന്നെ പുത്രനായിട്ട് കപിലനായി അവതരിച്ചു. ഒടുവിൽ പരമപദത്തെയും അനുഗ്രഹിച്ചരുളിയിട്ട് അന്തർധാനം ചെയ്തു. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.